ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രഭാതത്തിൽ ദൈവത്താനന്ദമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകിയിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ സ്വർഗരോഹണ തിരുനാളിനായി നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയെക്കുറിച്ചുള്ള ചില ചിന്തകൾ, ചില അറിവുകൾ നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. എന്തെന്നാൽ അറിവുണ്ടാകുമ്പോഴാണ് ഭക്തിയിൽ ജ്വലനമുണ്ടാവുക. നമ്മളിൽ ബോധ്യങ്ങൾ കുറവാണെങ്കിൽ ഭക്തിയിലും കുറവുകൾ സംഭവിക്കാം. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണവും ശരീരത്തോടു കൂടെയുള്ള സ്വർഗാരോപണവും അതുപോലെ തന്നെ മറിയത്തിൻ്റെ അമലോഭവും ഓർത്തഡോക്സ് സഭ അംഗീകരിക്കുന്നില്ല. എന്നാൽ ഇവ രണ്ടും പാശ്ചാത്യ സഭയും പൗരസ്ത്യ സഭയും വളരെ കരുതലോടുകൂടി ശ്രേഷ്ഠമായി അംഗീകരിക്കുകയും അത് സഭ ആഘോഷിക്കുകയും ചെയ്യുന്നു. പ്രധാനമായും പരിശുദ്ധ അമ്മയെ സഭയുടെ പ്രതീകമായി കത്തോലിക്ക സഭ എടുത്തു പറയുന്നുണ്ട്. അത് പ്രധാനമായും നമ്മൾ കാണുന്നത് വിശുദ്ധ അംബ്രോസിലും വിശുദ്ധ അഫ്രൈമിലുമാണ്. ഓരോ വാക്കുകളിലെല്ലാം പരിശുദ്ധ അമ്മയെ സഭയുടെ പ്രതീകമായി ചിത്രീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സീറോ മലബാർ സഭയിൽ പരിശുദ്ധ അമ്മയോടുള്ള വണക്കം പരമ്പരാഗതമായി തന്നെ പുലർത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ലത്തീൻ സഭയിൽ അല്ലെങ്കിൽ പാശ്ചാത്യ സഭയിൽ ശനിയാഴ്ചയാണ് മാതാവിന് പ്രത്യേകമായി വണക്കം നൽകുന്നതെങ്കിൽ സീറോ മലബാർ സഭ അല്ലെങ്കിൽ പൗരസ്ത്യ സഭ ബുധനാഴ്ചയാണ് മാതാവിനായി പ്രത്യേകം വണങ്ങുന്ന ദിവസമായി കണക്കായിരിക്കുന്നത്. എല്ലാ ദിവസവും വണങ്ങുന്നുണ്ട്, എന്നാൽ ശ്രേഷ്ഠമായ രീതിയിൽ വണങ്ങുന്ന പ്രകാരമാണ്. വിശുദ്ധരുടെ സീറോ മലബാർ സഭയിൽ വിശുദ്ധരുടെ തിരുനാളുകൾ അനുസ്മരിക്കുന്ന അവസരത്തിൽ ആദ്യമേ മറിയത്തെയാണ് അനുസ്മരിക്കുക. അപ്പോൾ എല്ലാ വിശുദ്ധന്മാരെക്കാളും ശ്രേഷ്ഠമായ ഒരു സ്ഥാനം മറിയത്തിന് സഭ നൽകുന്നുണ്ട്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പരിശുദ്ധ അമ്മ ജീവിച്ചതുപോലെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ. യുവാക്കളെ അമ്മയുടെ കരകളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മ മക്കൾ ലോകത്തിൻ്റെ പാവത്തിൻ്റെ മേഖലകളിലേക്ക് വീണുപോകാതെ സുരക്ഷിതരായി തീരുവാൻ അമ്മയുടെ കാപ്പയിൽ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ. ഈശോയെ, നിന്റെ തിരുരക്തത്താൽ എല്ലാ മക്കളെയും നീ പൊതിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദുരിതങ്ങളിൽ നിന്ന്, ബന്ധനങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, ക്ലേശങ്ങളിൽ നിന്ന് എല്ലാ മക്കളെ രക്ഷിക്കുവാൻ അമ്മ പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ. ആശ്രയ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടിയും അതിനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയും പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അവിടുന്ന് എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെപ്പോഴും സഹായിക്കണമേ. പിതാവായ ദൈവമേ, അവിടുത്തെ സംരക്ഷണവും അവിടുത്തെ കരുതലും എപ്പോഴും ഞങ്ങൾക്ക് അനുഭവിക്കാൻ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കും.